ഹലോ. ഇന്നിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നാട്ടിൽ നടക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ലെസ്ബിയൻസ് അഥവാ സ്വർഗാനുരാഗികൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് വീണ്ടും ഒന്ന് കൊടുമ്പിരി കൊണ്ട് ഒന്ന് ആളിക്കത്തിയത്. ആ സമയം തൊട്ട് എൻ്റെ മനസ്സിലുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല, ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് ക്ലിപ്സ് ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കും, അല്ലാത്ത പക്ഷം ഞാനത് സ്കിപ്പ് ചെയ്യും. അത്രമാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാനൊരു ഫാനല്ല, ഞാനതൊരു ഫോളോവറും അല്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു വാട്ടെവർ. ഓക്കെ, നാട്ടിൽ അതിൽ നിന്നാണ് വീണ്ടും സ്വർഗാനുരാഗികൾ എന്നുള്ള ഒരു സംഗതി വീണ്ടും ഒരു ചർച്ചാ വിഷയമായത്. ഞാൻ വീണ്ടും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുൻപേ, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് കേട്ടിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വെളിയിൽ വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് എന്ന് പറഞ്ഞ് ആ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അവർ കാണിച്ചിരുന്നു. അതിൽ നിന്ന് അവർക്ക് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, വീട്ടുകാരുടെ അടുത്തുനിന്നും സുഹൃത്തുക്കളുടെ അടുത്തുനിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ. അപ്പോൾ അതിനുശേഷം ഒന്ന് കെട്ടടങ്ങിയിരുന്നു. വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. പക്ഷെ ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിന് ശേഷം ഇത് വീണ്ടും ഒരു ചർച്ചയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഇങ്ങനെയുള്ള ക്ലിപ്സ് കാണുമ്പോൾ, ഇങ്ങനെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കമൻസ് ഇങ്ങനെ നോക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കമൻസ് നോക്കുമ്പോൾ പല വീഡിയോസിൻ്റെയും, അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ വീഡിയോസിൻ്റെയും കമൻസ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആളുകളുടെ ചിന്താഗതിയിൽ എത്രത്തോളം മാറ്റം വന്നു, എത്രത്തോളം മാറ്റം വന്നിട്ടില്ല, ഏത് കാലഘട്ടത്തിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യമാണ്. ഞാൻ ഫേസ്ബുക്കിൽ മാത്രം കാര്യമല്ല പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിലും അത് തന്നെയാണ് അവസ്ഥ. യൂട്യൂബിൽ പിന്നെയും കുറച്ചുകൂടി ഭേദമാണെന്ന് തോന്നുന്നു തമ്മിൽ. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വീഡിയോയുടെ താഴെ എപ്പോഴും ഇവർ രണ്ടുപേരും കൂടെ ഉള്ള വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിലും ഇവരെ അസഭ്യം പറഞ്ഞുകൊണ്ടും മോശമായിട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ആ അപ്പനും അമ്മയ്ക്കും വേദന കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായ ജന്മങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ അവരെ ഒരുപാട് കേഴ്സ് ചെയ്യുന്ന, ഒരുപാട് ശപിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുറേ കമൻസ് ഞാൻ കണ്ടു. അതായിരുന്നു ഭൂരിഭാഗവും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവരുടെ സ്നേഹം കണ്ടിട്ട് അസൂയ തോന്നുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയത് വഴി ഇവർ മാതാപിതാക്കൾക്കൊരു തീരാവേദന സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കമൻറ്റിലാണ് വന്നത്. എനിക്കറിയില്ല, ഞാനൊരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കമൻറ്റ്സ് ഇടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതികളിൽ ചിലപ്പോൾ ഞാനും ഉണ്ടാകുമായിരുന്നിരിക്കാം. ഇത് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്കിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ മെൻഷൻ ചെയ്തെന്നൊരു കാര്യമാണ്, പണ്ട് ലെസ്ബിയൻസ് എന്ന് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾ ഇങ്ങനെയുള്ളതിനെ പറ്റിയൊന്നും അങ്ങനെ എനിക്ക് വലിയ കേൾവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ വന്ന ഈ ഒരു സംസാരത്തിൽ നിന്നാണ് കുറേ ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാനിടയായത്. അവിടെ നിന്ന് കുറേ സിനിമകളൊക്കെ ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ വൺസ് ഐ മൂവ്ഡ് ഹിയർ, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വെസ്റ്റേൺ കൺട്രി, സോ വെസ്റ്റേൺ കൺട്രി സ്റ്റിൽ ഇവിടെ LGBTQ+ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി തന്നെയാണ്. ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ ട്രീറ്റ് ചെയ്യുന്ന അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, മൈനോറിറ്റി എന്നല്ല, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് LGBTQ+ കമ്മ്യൂണിറ്റിയും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ജോലിക്ക് നോക്കുവാണെങ്കിലും ഒക്കെ ഇവർക്കും റിസർവേഷൻ ഉണ്ട്. ഓക്കെ, ഞാനതല്ല പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ 2 വർഷം ഇവിടെ പഠിച്ചു. അന്നേരമൊക്കെ തന്നെയും ഞാൻ നിന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. കൂടുതലും
ഇവിടുത്തെ നേറ്റീവ്സുമായിട്ട് അങ്ങനെ ഒരു ഇടപെടലുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ നേറ്റീവ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ ഒരു വൺ ഓഫ് മൈ ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് കൊളീഗ്സ്, അവൻ തമാശയ്ക്ക് പറയും അവനൊരു സിസ്റ്ററാണ്, അവൻ ബ്രദറല്ല, അവൻ എൻ്റെ സിസ്റ്ററാണ് എന്ന് ഞങ്ങൾ തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. ബിക്കോസ് അവൻ ഒരു ട്രാൻസ്ജെൻഡറാണ്. ഹീ ഐഡൻറ്റിഫൈ ഹിംസെൽഫ് ആസ് ഹെർ. അവൻ്റെ സ്ത്രൈണ്യതയാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. അവന് ഫെമിനിൻ ക്യാരക്ടേഴ്സാണുള്ളത്. അവന് മെയിൽസിനോടാണ് അട്രാക്ഷൻ ഉള്ളത്. ഓക്കെ, അത് അവൻ കയ്യിൽ നെയിൽ പോളിഷ് ഇടും, എല്ലാ വീക്കിലും പുതിയ പുതിയ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് വരും, ഭയങ്കര ഫാൻസി, ആൻഡ് ഹി ജസ്റ്റ് ലവ് എവറിത്തിങ് അബൌട്ട് ഗേളിഷ് തിങ്സ് ആൻഡ് എവറിത്തിങ്. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അവനെന്ന് വിളിച്ചാലും. പക്ഷെ ആദ്യം എനിക്കിതൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവനോട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എങ്ങനെ ഇടപെടണം എന്താണ് കാര്യം. ആദ്യമായിട്ടാണ് ഒരു ഗേയെ ഞാൻ അടുത്ത് കാണുന്നത്, അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കാൻ ഇടപെടുന്നത്. അത് കാണുന്നതെന്നല്ല, വെറുതെ കാണുകയെന്നല്ല, എൻ്റെ കൊളീഗായിട്ട് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ പതിയെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏഷ്യൻസ് ആയിരുന്നു കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഷെല്ല് ബ്രേക്ക് ചെയ്തു. നമ്മൾ ഒരു കമ്പനി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തും ചോദിക്കാം എന്നുള്ളൊരു ഫ്രീഡം നമുക്ക് ആയിക്കഴിഞ്ഞപ്പോൾ, ആളെന്നെ കഴിഞ്ഞ് കളയതാണ്. അപ്പോൾ എന്തും ചോദിക്കാം എന്നൊക്കെയുള്ളൊരു ഫ്രീഡം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചോദിക്കാം, നമ്മളെല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദിസ്: വെൻ did you realize your identity? നിൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് എന്ന് നിനക്ക് എപ്പോഴാണ് മനസ്സിലായത്? ബിക്കോസ് അവൻ ജനിച്ചതാണായിട്ടാണ്, അവനെ വീട്ടുകാർ വളർത്തിയതാണായിട്ടാണ്. അപ്പോൾ അവന് ഒരു ഫെമിനിൻ ക്യാരക്ടറുണ്ട്, അവൻ അട്രാക്ഷൻ മെയിൽസിനോടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ എന്നാണ് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവൻ ആ ഐഡൻറ്റിറ്റി എന്നാണ് മനസ്സിലാക്കിയത്. അപ്പം അവൻ പറഞ്ഞു, എൻ്റെ 13ാമത്തെ വയസ്സിലാണ് എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് 23 വയസ്സായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ തമാശയ്ക്ക് പറയുന്നത്, എനിക്ക് 23 വയസ്സായിട്ട് ഇടയ്ക്ക് എനിക്കിപ്പോഴും സംശയം തോന്നാറുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിൽ. അപ്പോഴാണ് അവന് 13 വയസ്സായപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി അവന് മനസ്സിലായി എന്ന് പറയുന്നതെന്ന്. തമാശയ്ക്ക് വെറുതെ പറഞ്ഞു വിട്ട ഒരു കേസാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നതല്ല. അപ്പം അവനും പറഞ്ഞല്ലോ, അവനവൻ്റെ വീട്ടിൽ പറഞ്ഞു. ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ പോലെ റിലേഷൻസ് ഒരു ബേർഡൻ അല്ല അവർക്ക്. ഇഫ് ദേ ചൂസ് ഡോണ്ട് ടു ബി വിത്ത് ദെയർ ഫാമിലി, ഇറ്റ്സ് ഓക്കെ. 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ഔട്ട് ഓഫ് ദ ഫാമിലി. 16 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ വാടകയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചോണം. ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിച്ച് വേറൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അല്ലെങ്കിൽ കഴിക്കാം, ലിവിങ് ടുഗദർ ആണെങ്കിൽ അങ്ങനെ വോട്ടെവർ, അത് അവരുടെ ലൈഫാണ്, ഇൻഡിപെൻഡൻ്റ്. ഒരു റിലേഷൻഷിപ്പ് ബേർഡൻ അവർക്കില്ല. അപ്പോൾ ഇവൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അത് അവൻ്റെ ചോയ്സാണ്. ആ ചോയ്സിനെ അവർ റെസ്പെക്റ്റ് ചെയ്തു. 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വീട്ടിൽ പോയി. അവൻ്റെ പഠിത്തം കാര്യങ്ങൾ, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, വാടക കൊടുത്ത് ജീവിക്കുന്നു, വീക്കെൻഡ്സിൽ വീട്ടിൽ പോകുന്നു. ദാറ്റ്സ് ഓൾ. ഇവിടെ പ്രൈഡ് മന്ത് എന്ന് പറയുന്നുണ്ട്, LGBTQ+ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ്. അന്ന് ഇവിടെ റാലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നോബഡി ഈസ് അഫ്രേഡ് ടു റിവീൽ ദെയർ ഐഡൻറ്റിറ്റി. അവരുടെ ഐഡൻറ്റിറ്റി പറയാൻ വേണ്ടി ആർക്കും ഒരു പേടിയില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്നാണ്. അപ്പോൾ എനിക്ക് ഇവനായിരുന്നു എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട്, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഇവനായിരുന്നു. അവൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി അവൻ സംസാരിക്കും. അവൻ ബോയ് ഫ്രണ്ട് എന്നല്ല പറയുന്നത്, മൈ ഹസ്ബൻഡ് എന്നാണ് അവൻ പറയുന്നത്. സോ അവൻ പറയുന്നതിലുണ്ടാകുന്നൊരു ഇമോഷനുണ്ട്, ആൻഡ് ഐ റെസ്പെക്ട് ഹിസ് ഐഡൻറ്റിറ്റി. ഓക്കെ, എനിക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആണുങ്ങളോടാണ്, അവന് അട്രാക്ഷൻ തോന്നുന്നതും ആണുങ്ങളോടാണ്, ആൻഡ് ഇറ്റ്സ് നോട്ട് ഹിസ് പ്രോബ്ലം. പക്ഷെ അതിനെ, അവരുടെ ഐഡൻറ്റിറ്റി നമ്മളെ ദോഷം ചെയ്യാത്തിടത്തോളം കാലം ആ ഐഡൻറ്റിറ്റിയെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതാണ് നമ്മൾ ഇനിയും പഠിക്കാനുള്ളത്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി, മറ്റുള്ളവരുടെ ജീവിതം, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ജീവിക്കുക എന്നല്ല.
അവരാഗ്രഹിക്കുന്ന പോലെ അവർ ജീവിച്ചോട്ടെ. ഡോണ്ട് ഇൻ്റർഫിയർ ദാറ്റ്. ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇവിടെയും ഇതൊരു അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി തന്നെയാണ്, ഈവൻ ദോ വെസ്റ്റേൺ കൺട്രി ആണെന്നൊക്കെ പറഞ്ഞാലും. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതിന് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുക, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ ഇവിടെ ആണും പെണ്ണും മാത്രം മതിയെന്ന്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞു. അദ്ദേഹത്തിനൊരു പവർ ഉള്ളത് കൊണ്ട് അദ്ദേഹം അതൊരു ലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഒരു ഇതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഈ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തത് കാരണം അവർ കമൻറ്റ് ബോക്സിൽ നിന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അതൊരു രാജ്യത്തിൻ്റെ മൊത്തം തീരുമാനമാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ആ വ്യക്തിയുടെ തീരുമാനം നല്ല ചിന്താഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, വൈ ആർ യു ഇൻ്റർഫിയറിങ് ഇൻ സംവൺസ് ഐഡൻറ്റിറ്റി? ഞാൻ പെണ്ണായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പെണ്ണായിട്ട് ജീവിക്കുന്നു, ആണായിട്ട് ജീവിക്കുന്നു എന്നുള്ളതിന് ആരെങ്കിലും ഇടപെടാൻ വരുന്നുണ്ടോ? എത്രയോ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. കൊണ്ട് ഈ അടുത്തിടെയായിട്ട് എത്രയോ ആൾക്കാർ ഞാൻ ഗേ ആണ്, ഞാൻ ലെസ്ബിയനാണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിൽ വരുന്നു. ഇതൊക്കെ ഇൻഫ്ലുവൻസാണ്. വേറൊരാൾ കാണുമ്പോഴത്തേക്ക് അങ്ങ് ചെയ്യുന്നൊരു ഇൻഫ്ലുവൻസാണ്. ഈ ഒരവസ്ഥയിലാണ് മമ്മൂട്ടിയുടെ കാതൽ സിനിമയൊക്കെ ഒരു ചർച്ച ചെയ്യുന്നത്. അയാളുടെ ഐഡൻറ്റിറ്റി അയാൾ ഉള്ളിൽ വെച്ചുകൊണ്ട് അയാൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിച്ചു. അങ്ങനെ നയിച്ചവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ഐഡൻറ്റിറ്റി അതാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. സൊസൈറ്റിയുടെ സ്റ്റീരിയോ ടൈപ്പുകളിൽ അവരൊരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടായിട്ടുള്ള എത്രയോ ആളുകളുണ്ടാവും. ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതും ഞാൻ പറയാം. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ സ്കൂള് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി ആയത് കാരണം ആ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ടാണ് എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളാണ്. സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ പിള്ളേരൊക്കെ ഡേ കെയറിൽ പോകുന്ന പ്രായമുള്ള പിള്ളേരൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ഇങ്ങനെ ആൺകുട്ടികളുടെ അടുത്ത് നെയിൽ പോളിഷ് ഇട്ടോളൂ, ലിപ്സ്റ്റിക് ഇടൂ, ആ ഒരു സാധനം കൊടുക്കുകയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനെ ഒരു സാധനം മൈൻഡിലേക്ക് ഉള്ളിൽ കയറ്റുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ പിള്ളേരുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വന്ന് പിള്ളേർ ലിപ്സ്റ്റിക്കോ എല്ലാം ചോദിച്ചാൽ ഇനി എടുത്ത് കൊടുക്കരുത്, ആൺകുട്ടികൾ എടുത്ത് കൊടുത്തേക്കരുത് കേട്ടോ, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതവിടെ ഉണ്ട്, നാട്ടിലും അത് നടക്കുന്നുണ്ട്. ഞാനത് നടക്കുന്നുണ്ടാവാം, ഓക്കെ, എൻ്റെ പെർസെപ്ഷനാണ്, എനിക്കറിയില്ല എന്ന് ഞാൻ പറയാം. ബിക്കോസ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗേ അല്ലെങ്കിൽ ലെസ്ബിയനാണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ആണും പെണ്ണും അല്ല മറ്റൊരു ഐഡൻറ്റിറ്റി ആണ് എനിക്ക് എന്ന് പറഞ്ഞ് വെളിയിൽ വരുന്ന ആൾക്കാർക്ക് ഫേമസായി. ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫേമസ് ആവണം, ഞാൻ പോപ്പുലർ ആവണം, എനിക്ക് നെഗറ്റീവ് പോപ്പുലാരിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോപ്പുലർ ആയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുള്ളൊരു സമൂഹം അത്. അപ്പോൾ അവർ നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് വെളിയിൽ വരുന്ന ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്. വൈ ഷുഡിൻ്റ് ഐ? ഞാൻ എന്തിനിങ്ങനെ ഇരിക്കണം? ഐ ക്യാൻ ജസ്റ്റ് സേ, ഇത് ആരെയും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല, നെഗറ്റീവ് ആയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഞാൻ ഫേമസ് ആവും എന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ടീനേജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നൊരു സമയമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രായമാണ് അഡോളസെൻ്റ് ഏജ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവനവൻ തന്നെ റിസോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്കൊക്കെ ആ തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം. സെക്ഷൽ ഐഡൻറ്റിറ്റിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ തരത്തിലും നമുക്കൊക്കെ ഓരോ സംശയങ്ങളുണ്ടാവും. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ മോശപ്പെട്ട ഒരാളാണ്, ഞാൻ നല്ലൊരാളാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടവും വെറുപ്പും ഒക്കെ തോന്നുന്ന സമയങ്ങൾ നമ്മുടെ ടീനേജ് കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ക്രൈസിസിനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഓവർകം ചെയ്ത് വരുന്നതാണ് അഡോളസെൻ്റ് ഏജിൻ്റെ ഒരു പെക്യുലാരിറ്റി, ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ഒരു സവിശേഷത. ചില ആളുകൾക്ക് അതിന് സാധിക്കാതെ വരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ചില ആൾക്കാരൊക്കെ, ചില പിള്ളേരെ കണ്ടിട്ടില്ല, കൊച്ചിലൊക്കെ ഭയങ്കര വായാടിയായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു,
പക്ഷേ ഒരു ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് സൈലൻ്റ് ആയിപ്പോയി, ഒതുങ്ങിക്കൂടിയെന്ന് പറയുന്നത്. ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റാതെ പോകുന്ന അവസ്ഥയാണത്. അത് പുറത്തുള്ള പേരൻസിനോ ഫ്രണ്ട്സിനോ അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതും ടീച്ചേഴ്സിനോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അപ്പോൾ ഈ ടീനേജിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എത്രയോ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും, ഓക്കെ ഞാൻ ബൈസെക്ഷലാണോ, ഞാൻ അസെക്ഷലാണോ, എൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്തായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു സംശയം തോന്നായികയില്ല. അപ്പോൾ ആ സംശയം അവർക്ക് ദൂരീകരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ പതിയെ വിശ്വസിക്കും, അവരുടെ അഡോളസെൻ്റ് ഏജിൽ അവർ പതിയെ വിശ്വസിക്കും, ഓക്കെ ഐ ആം ഹാവിങ് എ ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി ഈവൻ ദോ ദേ ആർ നോട്ട് ഹാവിങ് ദാറ്റ്. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരും ആ ഒരു പ്രായത്തിൽ. അപ്പോൾ ഇൻഫ്ലുവൻസ് അതോടെ ഉണ്ട്, അതവിടെ ഇല്ല എന്നല്ല. പക്ഷേ അവിടെയും ഒരു പക്ഷിയുണ്ട്. ഇവിടെ ശരിക്കുമുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊരു അസുഖമല്ല, ഇതൊരു വൈകൃതമല്ല, ഒരു ചോയ്സ് അല്ല, അതാണ് അവർ. ഞാൻ പെണ്ണായിരിക്കുന്നത് പോലെ, നിങ്ങളിലുള്ള ആൾക്കാർ നിങ്ങൾ പെണ്ണായിരിക്കുന്നത് പോലെ, നിങ്ങൾ ആണായിരിക്കുന്നത് പോലെ, ഇതൊന്നും നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ അടുത്ത് ആരും കുഞ്ഞിലെ വളർന്നു വരുമ്പോൾ നമ്മുടെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല, നീ ഒരു പെണ്ണാണ്, നിനക്ക് ആണിനോട് മാത്രമേ അട്രാക്ഷൻ തോന്നാവുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലേ ഒരാണിനോടും ഒരു ആൺകുട്ടിയോടും പറഞ്ഞു കൊടുത്തിട്ടില്ല, നീ ഒരാണാണ്, നമുക്കൊരു പെണ്ണോട് മാത്രമേ അട്രാക്ഷൻ തോന്നാവുള്ളൂ എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. കുഞ്ഞു പിള്ളേരൊക്കെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പോയി കെട്ടിപ്പിടിച്ച് നോക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും അവരുടെ അടുത്ത് ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ല അതൊന്നും. എന്തുകൊണ്ടാണ് അമ്മയും അച്ഛനും ആണും പെണ്ണുമാണ് എന്നുള്ളത് അവർക്കറിയില്ല. അമ്മയും അച്ഛനും തമ്മിൽ എന്താണ് നടക്കുന്നത്, ആ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ആണെന്താണ് പെണ്ണെന്താണ്, ഇതൊന്നും അവർക്കറിയില്ല. ഇതൊന്നും ഒരു പാരൻസോ ഒരു സിബ്ലിങ്സോ ഒരു ടീച്ചേഴ്സോ പറഞ്ഞു കൊടുക്കുന്നില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് വേറൊരു ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾക്ക് അതൊരു അസുഖമാകുന്നത്, അതൊരു വൈകൃതമാകുന്നത്? അതൊരു അസുഖമാണെങ്കിൽ, ആണും പെണ്ണും അല്ലാതെ വരുന്ന മറ്റൊരു സെക്ഷൽ ഓറിയൻറ്റേഷൻ വരുന്ന ആളുകൾക്കുള്ളത് ഒരു അസുഖമാണെങ്കിൽ, ഞാൻ പെണ്ണാണെന്ന് പറയുന്നതും നമ്മളെല്ലാവരും പെണ്ണാണെന്നും ആ സ്റ്റീരിയോടൈപ്പിക് പെണ്ണാണെന്നും ആണാണെന്നും പറയുന്നതും ഒരു അസുഖം തന്നെയല്ലേ? അതും ഞാൻ തന്നെ കണ്ടുപിടിച്ചതല്ലേ, ഞാൻ തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊരു പെണ്ണാണ് എന്നുള്ളത്, ആ ഐഡൻറ്റിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിറ്റാണ്, ഞാൻ പെണ്ണാണ് എന്നുള്ളതിന് കളവിൽ ഞാൻ ഹെറ്ററോസെക്ഷലാണ്, അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിറ്റാണ് എന്ന് മനസ്സിലാക്കിയത് ഞാനല്ലേ. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു തന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അവരുടേത് വൈകൃതമാണെങ്കിൽ, അവരുടേത് അസുഖമാണെന്നുണ്ടെങ്കിൽ, ദ സോ കോൾഡ് നോർമൽ പീപ്പിൾ are also having a disease, are also having a disability. ചുമ്മാ ആലോചിക്കേ, അവരെ ബ്ലെയിം ചെയ്യാൻ പോകുന്ന സമയത്ത്, അവരെ കുറ്റപ്പെടുത്താൻ പോകുന്ന സമയത്ത്, ഒരാണിനും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു പെണ്ണിനും നല്ല പേരായിക്കൂടാ? എന്തുകൊണ്ട് അവർക്കിടയിൽ സ്നേഹം വർക്കൗട്ട് ആയിക്കൂടാ? ഒരാണിനും പെണ്ണിനും തോന്നുന്നത്, ഒരു പെണ്ണിനും ആണിനും തോന്നുന്നത് തന്നെയാണ് അവർക്കും തോന്നുന്നത്. അതിന് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമോ നിങ്ങളുടെ സെക്സ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടതിൻ്റെ ആവശ്യമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നോബഡി എവർ ആസ്ക് എ മാൻ ആൻഡ് എ വുമൻ ഹു ആർ ലിവിങ് ടുഗെദർ ദാറ്റ് ഹൗസ് എ സെക്സ് ലൈഫ്. ആരും ചോദിക്കാറില്ല അല്ലേ നിങ്ങളുടെ സെക്സ് ലൈഫ് എങ്ങനെയാണ് എന്ന്. ഒരു ആണും പെണ്ണുമായിട്ട് ജീവിക്കുന്ന ഒരു കപ്പിളിൻ്റെ അടുത്തും ചോദിക്കില്ല. പിന്നെ എന്തിനാ പെണ്ണുമായിട്ട് ജീവിക്കുന്നവരുടെ അടുത്തും ആണുമായിട്ട് ജീവിക്കുന്നവരുടെ അടുത്തും ചോദിക്കുന്നത്? They have their own private life. They have their own identity. കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട, അവരുടെ കാര്യത്തിൽ ഇടപെടാനും പോകണ്ട. അവരെങ്ങനെയാണെന്ന് വെച്ച് ജീവിച്ചോട്ടെ. ബാക്കിയുള്ളവർ ജീവിക്കുന്ന പോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത്. അവർ ഇൻഫ്ലുവൻസേഴ്സ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സാണ്. സോ അവരുടെ ഐഡൻറ്റിറ്റിയെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ദേ ആർ ഓൾസോ ജസ്റ്റ് നോർമൽ പീപ്പിൾ ലൈക്ക് അസ്. അവർക്കൊരു രോഗമോ ഡിസബിലിറ്റിയോ ഒന്നുമില്ല. ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. കം ഓൺ ബഡി.